തിളയ്ക്കുന്ന ചോരകളുടെ ഒരു പിന്തുണക്കാരാണല്ലോ നമ്മള്. കേരള മഹിളാ ഫെഡറേഷൻ പേര് കേരളത്തിൽ മാത്രം ഉണ്ടായിരുന്ന ഘടകമാണല്ലോ. പിന്നെയാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇപ്പൊ DYFI ഒക്കെ വരുന്നത്. അന്ന് KSYF ആണ്. ഇന്നത്തെ മാതിരി നേതാക്കന്മാര് മേലിരുന്ന ഒരു യോഗമല്ല. അങ്ങനെ കാന്താരി എന്നാ വിളിച്ചത്. ആ കാന്താരി തിരക്കേടില്ലല്ലോ. തെരഞ്ഞെടുപ്പ് ഇങ്ങനത്തെ മാതിരി വാശിയും പിന്നെ കുറികാൽ വെട്ടൊന്നും ഇല്ല. നല്ല സൂത്രമുണ്ടല്ല സാക്കൾ എന്നോട് മിണ്ടാത്ത ആളുകൾ ഉണ്ടായിരുന്നു ഇവിടെ. എനിക്കെതിരായിട്ട് വളരെ അപവാദ പ്രചരണങ്ങൾ നടത്തി കളഞ്ഞവര്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ കണ്ടൊരു വീഡിയോ ആണ്. ബ്ലോക്കിൽ നിന്ന് നിരത്തിരിച്ചുകൊണ്ട് വാഹനം ഫുട്പാത്തിലൂടെ കടത്തിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്ന ഒരു യുവാവും ആ യുവാവിനെ തടഞ്ഞ് തിരികെ പറഞ്ഞയക്കുന്ന ഒരു വയോധികയും. ആ വയോധിക കോഴിക്കോട് എരഞ്ഞിപ്പാലം സ്വദേശിയായിട്ടുള്ള പ്രഭാവതി അമ്മയാണ്. ആ അമ്മയോട് എവിടെ നിന്നാണ് ഇത്രമാത്രം ധൈര്യം ലഭിച്ചതെന്ന് ചോദിച്ചപ്പോൾ അമ്മ വികാരഭരിതയെ നമ്മളോട് പറഞ്ഞത്, ഞാനൊരു വലിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു മകനെ എന്നാണ്. ഇന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്നറിയപ്പെടുന്ന പഴയ ജനാധിപത്യ മഹിളാ ഫെഡറേഷന്റെ താലൂക്ക് പ്രസിഡന്റ് ആയിരുന്നു, താലൂക്ക് ഭാരവാഹിയായിരുന്നു ആ അമ്മ. എന്നാൽ ഇന്ന് ആ അമ്മ ആ പ്രസ്ഥാനവുമായോ അല്ലെങ്കിൽ പാർട്ടിയുമായോ യാതൊരു ബന്ധവും പുലർത്തുന്നില്ല. എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ വളരെയധികം വേദനയോടുകൂടിയാണ് അമ്മയെ സത്യം നമ്മളോട് വെളിപ്പെടുത്തിയത്. ഇത് നമ്മളൊരു അനീതി കാണുമ്പോൾ നമുക്ക് എന്താ പറയല്ലേ, ഇയാൾ പാടിയില്ല വള്ളത്തുള്ളാരോ പാല് കേരളം എന്ന് കേട്ടാലോ അഭിമാനപൂരിതമാകണ വന്തരംഗം, ഭാരതം എന്ന് കേട്ടാലോ അഭിമാനപൂരിതമാകണ വന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോരതാണ്. അങ്ങനെ തിളയ്ക്കുന്ന ചോരകളുടെ ഒരു പിന്തുണക്കാരാണല്ലോ നമ്മള്. അതെ, നമ്മളത് പറയുമ്പോഴാണ് ഒരു വലിയ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. ആ രാഷ്ട്രീയ പാരമ്പര്യം ഒരു പക്ഷേ ഇത്തരത്തിൽ ഈ പ്രതികരണ ശേഷി വർദ്ധിക്കുന്നതിൽ വലിയ ഘടകമായിട്ടുണ്ടാവും അല്ലേ? ഉണ്ട്, അതുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ രാഷ്ട്രീയത്തിലൂടെയുള്ള ഒരു പഴയ കഥയായിരിക്കും എന്നാലും പറയും. അല്ല, അത് ഇതൊക്കെ തന്നെ നമ്മൾ സ്ത്രീ ശാക്തീകരണമാണല്ലോ അന്നത്തെ പ്രധാന ലക്ഷ്യം. സ്ത്രീ സമത്വം. നമുക്കൊരു അനുഭവം ഉണ്ട് കേട്ടോ, വലിയൊരു അനുഭവം. നിങ്ങൾ ചിരിച്ചു പോകും. കാരണം ഞങ്ങൾ അന്ന് സംഘടനയ്ക്ക് ഇങ്ങനെ വരുന്നുള്ളൂ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രചരണ ജാഥ വെച്ചു, ഒരാഴ്ചത്തെ പ്രചരണ ജാഥ, ജീപ്പ് പ്രചരണ ജാഥയാണ്. അപ്പോൾ ഞാൻ പൈലറ്റ് വാഹനത്തിലാണ്. ഞങ്ങൾ മൈക്രോ റോസിംഗൊക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങൾ വാഹനം അനൗൺസ് ചെയ്തു. അപ്പോൾ മുക്കത്ത് ഭാഗത്താണ് ഞങ്ങൾ സ്വീകരണം. മുക്കം പുഴ കടക്കാം, അപ്പുറത്തെ ഭാഗത്തേക്ക് വേഗം എത്താൻ വേണ്ടി. അപ്പോൾ നമ്മളെ ജീപ്പുകാർ, അന്ന് വെള്ളമില്ല പുഴയിൽ, ഒരു വേനൽക്കാലൊക്കെ അല്ലേ. അപ്പം ജീപ്പ് പിന്നെ ഇങ്ങനെ കയറ്റം കയറണം അങ്ങോട്ട്, പുഴ ഇറങ്ങി ഇങ്ങനെ ഒരു കയറ്റം, ചെറിയൊരു കയറ്റം ഉണ്ടാവുമല്ലോ. ജീപ്പ് അങ്ങോട്ട് എടുത്തു, ജീപ്പ് പൂഴിയിൽ താഴ്ന്നുപോയി. അപ്പം ഞങ്ങളൊക്കെ ലേഡീസാണ്. ഈ ജീപ്പ് ഡ്രൈവറും അതിൻ്റെ ബൈക്ക് ഓപ്പറേറ്ററും മാത്രമേ പുരുഷനായിട്ടുള്ളൂ. വീല് താഴ്ന്നു പോയത് പിന്നെ ഇത് മാന്തിയൊക്കെ എടുക്കണം. അപ്പം പിന്നെ ഞങ്ങൾ സ്ത്രീകളല്ല, അന്ന് ഞങ്ങൾ രംഗത്ത് വന്ന് കുറച്ചായിട്ടേ ഉള്ളൂ. ഞങ്ങൾക്ക് വലിയ പരിചയമില്ല, ഇത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വെപ്രാളായിപ്പോൾ. ഇവർ രണ്ടാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഇങ്ങനെ കാറ്റ് കൊണ്ട് കുറേ ആളുകൾ ഈ ഇതിലിരിക്കുന്നത്. അപ്പം ഞങ്ങളതിൻ്റെ മുകളിൽ സ്ത്രീ സമത്വം മറ്റേതൊക്കെ പറഞ്ഞിട്ടുള്ള ബാനറൊക്കെ കെട്ടിയിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അവരെ പോയി വിളിച്ചു. അവരെ പോയി വിളിച്ചപ്പോൾ അവരിത് വായിച്ചു നോക്കി. അവരിങ്ങനെ വന്നിത് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, സ്ത്രീ സമത്വമല്ലേ, അതാ നിങ്ങൾ എന്നെ നോക്കിയെന്ന് പറഞ്ഞു. അന്നത്തെ കാലഘട്ടം. അപ്പോൾ പിന്നെ ഞങ്ങൾ ബേജാറായി. ഞങ്ങൾ പിന്നെ പുഴയിൽ കൂടെ തന്നെ ഈ കല്ലൊക്കെ വലിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി പിന്നെ ഞങ്ങൾ ഒരു ധൈര്യം സംഭരിച്ചതൊക്കെ കൂടി വലിച്ച് കയറ്റി കല്ലൊക്കെ എടുത്ത് വെച്ച് പൊന്തിച്ച് അയാൾ ഡ്രൈവറും ഞങ്ങളെല്ലാവരും കൂടി അതിന് ശ്രമിച്ചു, അതങ്ങനെ കയറ്റി. അപ്പൊ അതൊക്കെ അന്നത്തെ കാലത്ത് ചെറുപ്പകാലത്ത് ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിക്കുന്ന സമയത്തും പറഞ്ഞു ഗൗരവമായിട്ടൊരു വലിയ ബന്ധം ഉണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർ മഹിളാ അസോസിയേഷന്റെ, ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന കാലത്ത് അവർ മഹിളാ അസോസിയേഷന്റെ അസോസിയേഷനാണെന്ന് ഫെഡറേഷനാണ്. കേരള മഹിളാ ഫെഡറേഷൻ എന്നാ പേര്. കേരളത്തിൽ മാത്രം ഉണ്ടായിരുന്ന ഘടകമാണല്ലോ. പിന്നെയാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇപ്പൊ DYFI ഒക്കെ വരുന്നത്. അന്ന് KSYF ആണ്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് അവർ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്, സംസ്ഥാന സെക്രട്ടറിയാണ്. അവർക്കൊരു വലിയ ചരിത്രമാണല്ലോ, നമുക്ക് അറിയാം അവരുടെ ചരിത്രം കംപ്ലീറ്റ് അറിയാം. അപ്പോൾ അവരാണ് അന്ന് എല്ലാ യോഗങ്ങളും കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ജില്ലാതലത്തിൽ പ്രവർത്തകയോഗം വിളിക്കുക, താലൂക്ക് പ്രവർത്തകയോഗം വിളിക്കാന്നല്ല അവരെ ഇറങ്ങി വരും. അവരെ ഇന്നത്തെ മാതിരി നേതാക്കന്മാർ മേലിരുത്ത ഒരു യോഗമല്ല, താഴെ പ്രവർത്തകരുടെ അടുത്ത് വരേണ്ടത് താഴെ പ്രവർത്തകരുടെ അടുത്ത് തന്നെ. അതങ്ങനെയാണ് നടക്കുന്നത്, ഉണ്ടാക്കി കൊണ്ടുവരിക സംഘടന. 73, 74 കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥക്ക് മുമ്പാണ്. അടിയന്തരാവസ്ഥ അതിന് ശേഷമാണ് പ്രഖ്യാപിക്കുന്നത്. അടിയന്തരാവസ്ഥയിൽ ഞാൻ ഇവിടുത്തെ താലൂക്ക് സെക്രട്ടറിയാണ് മഹിളാ ഫെഡറേഷൻ. അപ്പോൾ അവർ ആ യോഗത്തിൽ അറ്റൻഡ് ചെയ്യാൻ വന്നു. അപ്പം ഞാൻ എന്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു അവരുടെ. ഈ അവര് രാഷ്ട്രീയ വിശദീകരണമൊക്കെ ചർച്ചയിൽ അങ്ങനെ അന്ന് ആരും ചോദിക്കില്ല, ഒന്നോ രണ്ടാളുകളെ കാര്യമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അവർക്ക് അത് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ കാന്താരി എന്താ വിളിച്ചതെന്നാലും കാന്താരി തിരക്കേടില്ലല്ലോ. പിന്നെ എന്നെ അപ്പൊ താലൂക്ക് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഏറ്റെടുക്കാൻ ആളില്ല, വളരെ കുറവാണ്, പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളാണ്. അപ്പൊ ഞാനൊരു ഫ്രീ ഉള്ള ആൾ. അന്ന് എനിക്ക് കുടുംബത്തിൽ ഭയങ്കര സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ ബ്രദർ ഇതിൻ്റെ വർക്കറായിരുന്നു. അങ്ങനെയാണ് അവരാണ് എന്നെ രംഗത്തിറക്കുന്നത്. അപ്പോൾ എന്നാൽ ഈ കാന്താരി ആവട്ടെ എന്ന് പറഞ്ഞാൽ അന്ന് അങ്ങനെയാണല്ലോ, അന്ന് അത്രയും ആളുകളുണ്ട്.
തെരഞ്ഞെടുപ്പ് ഇങ്ങനത്തെ മാതിരി വാശിയും പിന്നെ കുതികാൽ വെട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ അന്ന് താലൂക്ക് സെക്രട്ടറി ആവുന്നത് അവർ. അപ്പോൾ അന്ന് മുതലേ ഞങ്ങളെല്ലാ സമ്മേളനങ്ങളിലൊക്കെ കാണും. പിന്നെ ഞാൻ അന്നും ഇങ്ങനെ തന്നെയാണ്, ആഭരണങ്ങളൊന്നുമില്ല, ഒരുമിക്ക വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്ന ആളാണല്ലോ. അപ്പം അങ്ങനെ അവരായിട്ട് നമുക്ക് എൻ്റെ ഒരു റോൾ മോഡൽ. കാരണം നമ്മളത് ആത്മകഥ വായിക്കുന്നു, അവരനുഭവങ്ങൾ പങ്കുവെക്കുന്നു, ഇതൊക്കെ ഉണ്ടല്ലോ. ഈ സംഘടന വളർത്തിക്കൊണ്ടാണ് അവർ ഏറ്റവും ത്യാഗം സഹിച്ചിട്ടുണ്ട്. എന്താ പറയുക, പാർട്ടി വളർത്താൻ, അതിൻ്റെ കൂടെ ഈ സംഘടന വളർത്താൻ അവർ വളരെ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അതെന്റെ റോൾ മോഡൽ തന്നെയാണ് അവർ. എൻ്റെ കുറെ കാലത്തെ ഫോട്ടോ അവരതായിരുന്നു, പ്രൊഫൈൽ ഫോട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട് അവരെ പഴയ ഫോട്ടോകൾ. അല്ല, പിന്നീട് എപ്പോഴാണ് ഈ പ്രവർത്തന മേഖല തിരുവനന്തപുരത്തേക്ക് മാറ്റും? അത് ഞാൻ വാർഡനായിട്ട് എനിക്ക് ജോലി കിട്ടത് ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കാലഘട്ടമാണ്. അപ്പോൾ ഒരു ജോലി വേണം. പാർട്ടി മുഖാന്തരം? അല്ല, പാർട്ടി എന്ന് പറയാൻ പറ്റൂല. അത് നമ്മളെ പാർട്ടി ആണോ എന്ന് ചോദിച്ചാലല്ല. അത് ഞാൻ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പായിട്ട് അതൊക്കെ പറയുമ്പോൾ വലിയ പ്രശ്നമാണ്. അപ്പൊ അത് നമ്മൾ അത്ര പറയണ്ട. അപ്പോ ആ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് പ്രൊഫസർ അഭിമുഖത്തായിട്ട് മേയറായിരുന്നു. അപ്പൊ അവരെ ഇലക്ഷനൊക്കെ ഞാൻ അന്ന് ഏരിയ സെക്രട്ടറിയാണ്. അവരെ ഇലക്ഷനൊക്കെ ഞാൻ അവരവിടെ വാർഡ് കൗൺസിലാവുന്നു, മേയറാവുന്നത് ഞാൻ അവരെ വീട്ടിലാണ് താമസിക്കാറ്. രാത്രി ആയി കഴിഞ്ഞാൽ അവരെന്നെ അത്രയും കെയറായിട്ട്. എനിക്ക് ഡിഗ്രി ഞാൻ കറസ്പോണ്ടൻ്റ് എഴുതുമ്പോൾ ഒക്കെ എനിക്ക് കോച്ചിങ് തന്നത് അവരാണ്. ഞാൻ മലയാളമാണ് എടുത്തത്, ഇംഗ്ലീഷിനവർക്ക് എനിക്ക് കോച്ചിങ് തന്നിട്ടുണ്ട്. എന്നെ സാമ്പത്തികമായി സഹായിക്കാറുണ്ട്, ഭക്ഷണപരമായിട്ട് സഹായിക്കാറുണ്ട്, എല്ലാ അർത്ഥത്തിലും എന്നെ സഹായിച്ചിട്ടുണ്ട് ആര്, പ്രൊഫസർ അഹമ്മദ്. അപ്പോൾ അവർ ആണ് എന്നെ ജോലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തത്. കാരണം നീ ഇവിടെ നിന്നാൽ ശരിയാവില്ല, കാരണം തന്നെ പാർട്ടി ഈ മാത്രമാണ് നിന്റെ തലയിലുള്ളത്, നിന്റെ ജീവിതവും ഇല്ല, കുടുംബത്തിനെയും നോക്കൂല. അപ്പോൾ അതുകൊണ്ട് നീ നാട്ടിൽ അവിടെ രക്ഷിക്കലായിരുന്നു, അവർ രക്ഷിക്കലായിരുന്നു. പക്ഷെ ആ രക്ഷിക്കൽ ഒരു 3 കൊല്ലം ഞാൻ അവിടെ വർക്ക് ചെയ്തു. അപ്പോൾ അതിൽ പിന്നെ അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യണ്ട. അപ്പോൾ അതങ്ങനെ പോട്ടെ, അവിടെ നിന്ന് വിട്ടു പോരേണ്ട ഒരു പരിസ്ഥിതി വന്നു. അപ്പോൾ ഞാൻ പാർട്ടിയായിട്ട് ഇറങ്ങേണ്ടി വന്നു. ഇപ്പൊ നിലവിൽ ഇപ്പൊ പാർട്ടിയായിട്ട് അങ്ങനെ അത്ര നല്ല സുഖത്തിലല്ല? നല്ല സുഖത്തിലുണ്ടല്ല. സാക്കൾ എന്നോട് മിണ്ടാത്ത ആളുകൾ ഉണ്ടായിരുന്നു ഇവിടെ. എനിക്കെതിരായിട്ട് വളരെ അപവാദ പ്രചരണങ്ങൾ നടത്തി കളഞ്ഞവര്. കാരണം ഒരു സീനെ പറ്റി പറയാനാവുന്ന എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം. പ്രത്യേകിച്ച് ഞാൻ ജോലി വിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ കുടുംബമായിട്ട് നമ്മൾ, പക്ഷെ എൻ്റെ കുടുംബമായതുകൊണ്ട് എന്നെ അവർ സംരക്ഷിക്കും. കാരണം അവർക്ക് അതെ, അവർക്കറിയാമല്ലോ ഞാൻ ആരാണെന്ന്. തീർച്ചയായിട്ടും അവർക്കറിയാം. ഞാൻ എന്നെ ചെറുപ്പത്തിലെ അറിയുന്നതാണ് എൻ്റെ അമ്മാവനും എൻ്റെ ബ്രദറും. അവരെനിക്കെപ്പോഴും അന്നും ഇന്നും സപ്പോർട്ട്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നേരത്തെ പറയണ്ടേ, അതായത് കുടുംബപരമായിട്ട് ജ്യേഷ്ഠനാണ് ഈ CPM ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്നത്. പിതാവ് ഒരു രാഷ്ട്രീയ പാർട്ടി അനുഭാവിയായിരുന്നു, അതും അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് എന്നൊക്കെ പറയണ്ടായി. അപ്പൊ അത്തരത്തിലൊരു പാർട്ടിയിൽ നിന്ന് പിന്നീട് പറഞ്ഞ പോലെ പിണങ്ങി പോരേണ്ടി വരും. നമുക്ക് അങ്ങനെ പറയാമല്ലോ, പിണങ്ങി പോരേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായ സമയത്ത്, ഈ പറഞ്ഞ പോലെ അപവാദങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് വലിയ വിഷമം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ മെന്റലി ഷോക്ക്ഡായി പോയിട്ടുണ്ട്. കാരണം എൻ്റെ നിറഞ്ഞ പറഞ്ഞ് അറിയാമല്ലോ, ഞാൻ അത്രയും ചെറുപ്പത്തിൽ വന്നു. എൻ്റെ ജീവിതവും മുഴുവൻ കൊടുത്തെന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ 24 മണിക്കൂർ തന്നെ എൻ്റെ തലേ പാർട്ടിയാണ്. ചിലപ്പോൾ രാത്രി എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വന്നു ഞാൻ ഏതെങ്കിലും മകളാസാക്കളെ വീട്ടിലാണ് 5 പറയും. അതൊന്നും എൻ്റെ വീട്ടിൽ ഒരു പ്രശ്നമില്ല. നീ നാട് ഉണ്ടാക്കാൻ പോകുന്നു, വീട്ടിലേതായാലും കൂടുതൽ നാട് ഉണ്ടാക്കിയെന്നുള്ള വീട്ടിൽ അത്രയും പാർട്ടി ഉണ്ടായിരുന്നു. അതെ, അമ്മയൊക്കെ എന്നോട്, അമ്മ അവിടേക്കും ഞാൻ പാർട്ടി വിട്ടപ്പോൾ എന്നോട് എൻ്റെ അമ്മക്ക് ഒരു പാർട്ടി ക്ലാസ് പോലും കിട്ടാത്തൊരു അമ്മ പറയുകയാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്, ഒരു ഉള്ളിൽ കമ്മ്യൂണിസ്റ്റ് ബോധമുള്ളതാണ്. അവരെന്നോട് മോളെ നമ്മളെ പാർട്ടി, ഞാനിവിടുന്ന് ആരോടോ സംസാരിക്കുന്നത് കേട്ടു, ഞാൻ ഇത് വിട്ടെന്നൊക്കെ ഉള്ള, നമ്മളെ പാർട്ടി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു നിർത്തി, നമ്മളെ പാർട്ടി, അതിനെ കൈവിടരുത് എന്നുള്ള അർത്ഥത്തിൽ. നമ്മുടേതെന്ന് പറയുന്നത് ആ ബോധം അവർക്ക് എവിടെ നിന്നിട്ടായി? ആരും പാർട്ടി ക്ലാസ് എടുത്താണ്. പക്ഷെ അവർ EMSനെ അറിയും, വായിക്കും, പത്രം മരിക്കുന്നവരെ എന്താണ് അവരെ ബോധം പറയുന്നവരെന്ന് പറഞ്ഞ പോലെ അതില്ല, അവർ പത്രങ്ങൾ വായിച്ചു കൊടുത്തതാണ്. അത്തരത്തിലൊരു പാർട്ടി എന്ന് പറഞ്ഞ പോലെ ഒരു പെരുമാറ്റം ഉണ്ടായപ്പോൾ വലിയ വിഷമം എന്ന് പറഞ്ഞാൽ ഞാൻ മെന്റലി ഷോക്ക്ഡായി എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ മെന്റലാവാതെ എൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ എൻ്റെ കുടുംബം എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് എന്നെ അറിയുന്നവരൊക്കെ, ഇതിൽ വർക്ക് ചെയ്ത ആളുകളൊക്കെ, ഒരു വിഭാഗം എന്നെ കണ്ടാൽ മിണ്ടാറില്ലായിരുന്നു. പാർട്ടി ശാഖകൾ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തവർ, എന്നെ കണ്ടിട്ട് വഴിമാറിപ്പോയ ആളുകളുണ്ട്, എന്നോട് മിണ്ടാതിരുന്നവരുണ്ട്, എൻ്റെ വീട്ടിൽ വോട്ട് ചെയ്യാൻ ഇവിടെ നോട്ടീസ് ഇട്ട് പൊയ്ക്കാവുന്ന ആൾക്കാരുണ്ട്. അതെ, സംസാരിച്ചത് വേറൊരു ശൈലിയിൽ സ്വാഭാവികമാണ്. അപ്പൊ അത് നമുക്ക് അറിയാം സ്വാഭാവികമാണെന്ന്. പക്ഷേ പിന്നെ എനിക്ക് എംദാസിനൊക്കെ, അന്ന് എംദാസിന്റെ MLA ആയിരുന്നു. അപ്പോൾ ഞാൻ ജില്ലാ കമ്മിറ്റി പോയിട്ട് എനിക്ക് ആദ്യമായിട്ട് തിരഞ്ഞെടുത്ത ഒരു കേസൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം അതിനുവേണ്ടി സഹായങ്ങളൊക്കെ അന്നേരം ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പുറം നല്ല രീതിയിലുണ്ട്. അത് എൻ്റെ അന്നേ ഉണ്ട്, ഒരു എന്താ പറയാ വിഭാഗീയത അന്നേ ഉണ്ട്. പക്ഷെ നമ്മൾ അന്നൊന്നും ഇത് ഇങ്ങനെ വേർതിരിച്ചിട്ടില്ല, നമുക്കറിയില്ല. ഇല്ല, നമ്മളോട് പറയുന്നത് ബൂർഷ മാധ്യമങ്ങളുടെ പ്രചരണങ്ങളുടെ പാത്രക്കാര് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതാണ് നമ്മൾ ചുറ്റുപാടുക. പക്ഷെ നമ്മളെ അനുഭവം മാത്രമല്ല, മറ്റൊരിതൊക്കെ ഇപ്പൊ സ്റ്റഡി ചെയ്യുമ്പോൾ ഈ വിഷയമുണ്ട്. കാരണം നേതൃത്വത്തിന് ചോദ്യം ചെയ്യുന്നവരെ നോട്ട് ചെയ്യുക,
എന്നിട്ട് പിന്നെ അതിന് എന്തെങ്കിലും ഒരു സന്ദർഭം കിട്ടുമ്പോ അവനിട്ട് ചാമ്പുക. പിന്നെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ അമ്മ ഇങ്ങനെ അമ്പലമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് വീട്. ഇപ്പൊ അമ്പലമൊക്കെ പൂർവികമായിട്ടുള്ളതാണിത്. ആണ്. അപ്പൊ ഇപ്പൊ ഈ പാർട്ടിക്ക് വിട്ടതിന് ശേഷം ഇപ്പൊ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് കുറെ കൂടി കൂടുതലായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടും. അങ്ങനെയുണ്ട്. ഉത്സവത്തിനൊക്കെ എല്ലാവരും പിന്നെ പൊതുവെ നമ്മൾ ഞാനതൊന്നും ഇവിടെ നിൽക്കാറില്ല. കാരണം എന്താ പറയുക, മാർച്ച് 8 എന്ന് പറയുന്നത് സാർവദേശീയ മഹിളാ ദിനാ. അപ്പൊ അതൊന്നും നമ്മളെ തല, ഞാനന്ന് ഏരിയ സെക്രട്ടറി, ഞാനിവിടെ ഉണ്ടാവാറ് പോലില്ല. അമ്പലം തലയില്ല, പാർട്ടി മാത്രമേ തലയിലുള്ളൂ. പിന്നീട് സമാധാനമുണ്ട്. നമ്മളിവിടെ കാരണവരില്ലെങ്കിൽ ഞാനാണ് അവൾക്ക് എത്തിക്കേണ്ടി വരിക. അവൻ പോകുമ്പോൾ അവനോടേക്കും പോണ്ടി വന്നാൽ എന്നോട് പറയും, എണ്ണ ഇവിടെ ഉണ്ട്, നിങ്ങൾ കത്തിച്ചോളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കത്തിക്കും. ഞാൻ തന്നെ ജ്യേഷ്ഠന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇതെന്റെ അമ്മേന്റെ തറവാടാണ്. അമ്മേന്റെ തറവാട്. ഇപ്പൊ തനിച്ചാണ്. പിന്നെ ചേച്ചി ഒരുണ്ട്, അവർക്ക് വയ്യാത്തോണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. കുറച്ച് കാലത്തേക്ക് അവരുണ്ടാവും. ഇപ്പൊ നമ്മള് ആ വീഡിയോക്കകത്തേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ അമ്മേ, ഇപ്പൊ ഇന്നലെ ആണ് അത് വൈറലാവുന്നത്. അതിനുശേഷം നിരവധി ചാനലുകൾ വരുന്നു, ഇന്റർവ്യൂ വരുന്നു, മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അഭിനന്ദനം ഉണ്ടാവുന്നു. ഇപ്പൊ ഇന്ന് രാവിലെ MVD വരുന്നു, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അല്ലെ. അപ്പം എന്താ തോന്നുന്നു? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ ഇത് ഏറ്റെടുത്തല്ലോ ഗവൺമെന്റ്, അല്ല അവരെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിയും. മറ്റേ ഞാനൊരു ഒറ്റയാൾ പട്ടാളം എന്നുള്ള രൂപത്തിൽ പറയാൻ ചിലപ്പോൾ എനിക്ക് തോന്നിയില്ലെങ്കിൽ ഞാനത് അങ്ങോട്ട് വിട്ട് കളയും.